പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ ചിന്ത അപ്പനും മക്കളും. മലാഖി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശപഥം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ഈ വചനത്തിന്റെ ഓരോ വാക്കുകളും നമ്മോടും ഈ ലോകത്തോടും വിളിച്ചു പറയുന്നതിന്റെ പൊരുൾ, ഈ ഭൂമിയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ച സർവ്വ സൃഷ്ടിതാവാം യഹോവയായ ദൈവം ഈ ഭൂമിയെ സംഹരിച്ചു കളയുന്ന ഒരു ദിവസം ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 5, 6, 7 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ കൂടി മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഭക്തികെട്ട പാപികളായ മനുഷ്യർ ദൈവത്തെ അംഗീകരിക്കാതെ സ്വയത്തിൽ ആശ്രയിച്ച് ജീവിക്കുകയും ഭൂമിയിൽ തന്നെ സ്വർഗവും നരകവും ആണ് എന്ന് പറഞ്ഞ് ദൈവിക അരുളപ്പാടുകളെ മനസ്സോടെ മറന്നു കളയുന്ന ആരെങ്കിലും ഈ വാക്കുകളെ ഇന്ന് കേൾക്കുന്നുവെങ്കിൽ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ: ഈ ഭൂമി തീയിൽ വെന്തു പോകും, ഇത് ശൂന്യമായി തീരും. ഇപ്പോൾ തന്നെ ഈ ഭൂമി നിൽക്കുന്നത് ശൂന്യതയിലാണ്. ഇയ്യോബിന്റെ പുസ്തകം 26-ാം അധ്യായം 7-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു എന്ന്. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ശാസ്ത്രലോകം പോലും അവരുടെ ഭൂമിയെക്കുറിച്ചുള്ള പഠനത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഈ ഭൂമി ശൂന്യതയിൽ നിൽക്കുന്നു എന്ന്. ഈ ഭൂമി നാശത്തിനിരയായി അഗ്നി ഈ ഭൂമിയെ വിഴുങ്ങിക്കളയുമെന്ന് കഴിഞ്ഞ ദിവസം കൂടി നാം ന്യൂസ് കാണുവാനിടയായി. അത് എപ്പോൾ സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഏതു സമയവും സംഭവിക്കാം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, യേശു ക്രിസ്തു എന്ന രക്ഷകനായ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമ്മെ വീണ്ടെടുത്തിരിക്കയാൽ നാം ഇന്ന് ഈ ശൂന്യതയുടെ ലോകത്ത് സകല സന്തോഷത്തോടും സമാധാനത്തോടും ആയിരിക്കുമ്പോൾ ചിലർ ദൈവഭയമില്ലാതെ കർത്താവിന്റെ സ്നേഹത്തെ വികൃതമാക്കി ചിത്രീകരിച്ച് തങ്ങളുടെ കുഞ്ഞുങ്ങളെ, കുടുംബത്തെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തി മനഃപൂർവ്വം തങ്ങളുടെ അരിഷ്ടതകളെ ന്യായങ്ങളാക്കി മാറ്റി ഈ ഭൂമിയിൽ തന്നെ സ്വർഗവും നരകവും ഉണ്ട് എന്ന് പഠിപ്പിച്ച് ജീവിച്ചു കഴിയുന്നു. അങ്ങനെയുള്ളവരോട് ഈ ഭൂമിയെ ഒരു തരത്തിലും അവർക്ക് അനുഭവിക്കുവാൻ കഴിയില്ല എന്ന് ഓർപ്പിക്കട്ടെ. ഇത് ഇന്ന് അപ്പന്മാരിൽ നിന്ന് മക്കളുടെ ഹൃദയം അകന്നു കഴിഞ്ഞിരിക്കുന്നു. മക്കളുടെ ഹൃദയങ്ങളും മാതാപിതാക്കൾ ചിന്തിക്കുന്നതിലും അപ്പുറം അകന്നിരിക്കുന്നു. ഒരു തരത്തിലും അംഗീകരിക്കുവാനും ഒത്തുപോകുവാനും കഴിയാത്ത അവസ്ഥയിൽ അപ്പൻ മക്കൾ ബന്ധം ശിഥിലമായി തീർന്നിരിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തു തന്നെ ഏക സത്യ നിത്യ ദൈവം എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും ചെയ്ത ഒരു ദൈവ പൈതലിൽ വരുന്ന മാറ്റം വാക്കുകൾക്ക് അതീതമാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17, 18, 19 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ പൈതലെ, ഈ നിരപ്പിന്റെ വചനം കൈക്കൊള്ളുവാൻ, അംഗീകരിപ്പാൻ മനസ്സ് വെച്ചാൽ, ഹൃദയം ഒന്ന് താഴ്ത്തി ക്രിസ്തുവിന് വേണ്ടി അംഗീകരിച്ചു കൊടുത്താൽ, ഈ ഭൂമിയെ സംഹാര ശപഥത്താൽ നശിപ്പിക്കുന്ന നാളിൽ നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയുണ്ടാകുവാൻ ഇടയായിത്തീരും. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പലരാൽ ദൈവാത്മാവിൽ എഴുതപ്പെട്ട ഈ വചനങ്ങൾ ഒന്നിച്ചു ചേർത്ത് വായിച്ചപ്പോൾ ഒരേ ഒരു സത്യം വെളിപ്പെട്ടു നിൽക്കുന്നു. പിതാവായ ദൈവമായ യഹോവ താൻ സൃഷ്ടിച്ച മനുഷ്യൻ അനുസരണക്കേടിനാൽ അന്ന് പാപിയായി തീർന്നപ്പോൾ തേജസ്സിന്റെ വസ്ത്രം അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു. പാപവും മരണവും അവനിലേക്ക് വന്നു. ജീവനില്ലാത്ത ദൈവം മണ്ണുകൊണ്ട് മെനഞ്ഞ ആ മനുഷ്യ ശരീരത്തിൽ നിത്യനായ ദൈവത്തിന്റെ ജീവനുള്ള ശ്വാസം ഊതിത്തന്ന് ജീവനുള്ള ദേഹിയായി തീർന്ന മനുഷ്യന്റെ ശരീരം അത് മരണപ്പെട്ട് കഴിഞ്ഞാലും അവന്റെ മൂക്കിൽ ഊതിത്തന്ന നിത്യനായ ദൈവത്തിന്റെ ശ്വാസം, നിത്യമായ ജീവന് മരണമില്ല.
ആ ആത്മാവിന് ശാന്തി ലഭിക്കാൻ, നിത്യത ലഭിക്കാൻ അവൻ തന്റെ ഏകജാതനായ പുത്രനാം യേശുക്രിസ്തുവിനെ ലോകൈക രക്ഷകനായി, വീണ്ടെടുപ്പുകാരനായി ഈ ലോകത്തിൽ അയച്ചു. മനുഷ്യനായി അവതരിച്ചു. ഈ ലോക ശക്തികളെ, പാപങ്ങളെ നസ്രയനായിരിക്കുന്ന യേശു ക്രിസ്തു മാനവരാശിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ പരമയാഗമായി അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് ക്രൂശിന്മേൽ സകല പാപത്തിന്റെയും മരണത്തിന്റെയും പൈശാചിക അധീന ശക്തികളെ ജയിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് എനിക്കും നിനക്കും വേണ്ടി പക്ഷപാതം ചെയ്തു ഇടിവിൽ നിൽക്കുന്നു. കർത്താവ് വീണ്ടും വരും. ആ വരവിൽ ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവനെ, അനുസരിക്കാത്തവനെ തള്ളിക്കളയും. അംഗീകരിച്ചു, അനുസരിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുന്ന ദൈവ പൈതങ്ങളെ അവൻ തന്നോട് ചേർത്തുകൊള്ളും. അപ്പൻ തന്റെ മക്കളെ നിരപ്പിച്ച് ഇവിടെ നിന്ന് മാറ്റിക്കഴിയുമ്പോൾ ഈ ഭൂമിയും സർവവും കത്തിയൊഴിയും. സംഹാരം നടക്കും. അന്ന് രക്ഷിക്കപ്പെടുവാൻ ഒരവസരവുമില്ല. ഈ വചനത്തിന് വിരോധമായ ഒരുപാട് സങ്കല്പ കഥകളും ഐതിഹ്യങ്ങളും കെട്ടുകഥകളും മതഗ്രന്ഥങ്ങളും പല മതങ്ങളാൽ എഴുതപ്പെട്ടു. അതുപോലെ സങ്കല്പ കഥയാക്കി ഈ വചനത്തെയും വിചിത്രമാക്കി നീ മാറ്റിക്കളഞ്ഞാൽ, ദൈവപൈതലെ, നിന്നെക്കുറിച്ച് ദൈവത്തിന്റെ വചനം സങ്കീർത്തന പുസ്തകം 53 1 ഇങ്ങനെ പറയുന്നു: ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അങ്ങനെ ആ മൂഢതയുടെ അവസ്ഥയിൽ നിന്നും നീ പുറത്തു വരേണ്ടത് കർത്താവിന് ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് സത്യത്തെ എന്നേക്കും മറച്ചു വെപ്പാൻ ആർക്കും കഴിയില്ല. ഈ കാണുന്നതെല്ലാം ഒഴിഞ്ഞു പോയാലും എന്നേക്കും നിലനിൽക്കുന്ന ഈ സത്യവചനത്തെ വിശ്വസിച്ചേറ്റെടുത്ത് ജീവിതത്തെ ക്രമീകരിച്ച് മുൻപോട്ട് ജീവിപ്പാൻ കർത്താവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു നിരപ്പിന്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, ഒരപ്പൻ മകൻ ബന്ധത്തിലേക്ക് യേശു ക്രിസ്തുവിൽ ജീവിപ്പാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ.